ആമിക്കുട്ടിക്ക് വൈകുന്നേരം ആയപ്പോൾ കേക്ക് കഴിക്കാനൊരു കൊതി. അപ്പോൾ അവൾ അച്ചാ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ AR ബേക്കറി പോയി തിരൂർ. അവിടെ പോയിട്ട് കേക്കൊക്കെ നോക്കിയപ്പോൾ അവിടെ ചോക്ലേറ്റ് ട്രഫിളും ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റും ഉണ്ട്. അതിനകത്ത് നമ്മൾ വാങ്ങിയത് ചോക്ലേറ്റ് ട്രഫിളാട്ടോ. ആമിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞത് ബട്ടർ സ്കോച്ചാണ്. അവൾ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്, അവൾ ഭംഗി നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷെ അവിടെ കട്ട് ചെയ്ത് വെച്ച ബട്ടർ സ്കോച്ച് ഇല്ലായിരുന്നു. സോ നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊരു പീസാണ് എടുത്തത്, 90 രൂപയായിട്ടോ. അങ്ങനെ കുട്ടിൻ്റെ അച്ഛൻ അതൊക്കെ പൈസയൊക്കെ കൊടുത്തു. കുട്ടി ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവളിത് പൊട്ടിക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പം ഞാൻ അവരെടുത്ത് പറഞ്ഞു, കവറില്ലാതെ ബോക്സിലാക്കി തന്നാൽ മതി വിത്ത് സ്പൂണെന്ന്. അങ്ങനെ ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന സീനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധനം കിട്ടിയപ്പോൾ ആമിക്കുട്ടീൻ്റെ മുഖത്ത് തെളിച്ചം കണ്ടോ? എന്താ അല്ലേ, കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഓരോ ആഗ്രഹങ്ങൾ. ഇത്ര ചെറുതിലെ നമ്മളൊക്കെ എന്തായിരുന്നു, ഒന്നും പറയണ്ട. അങ്ങനെ വണ്ടി കയറിയിട്ട് ആൾ ഹാപ്പി ആട്ടോ, നല്ല രസത്തിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ. ഇവിടുത്തെ വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും ഫുഡ് കഴിച്ച് പോകാൻ തീരുമാനമായി. ബീഫും പുട്ടും കിട്ടുന്ന ഒരു തട്ടുകട കേട്ടോ ഇത്. എൻ്റെ പിറന്നാള് എന്നും പിറന്നാളാണ്. ആ ക്രീമാണ് തിന്നണത്, അതാണ് ഇഷ്ടം. അതിനാണ് എന്താ. അങ്ങനെ ആ ക്രീമൊക്കെ മുകളിൽ നിന്നിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ ആവേശം കുറച്ചൊന്നങ്ങ് കെട്ടടങ്ങിട്ടോ. അപ്പം ഞാൻ എന്താണെങ്കിലും ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവളുടെ കയ്യിൽ നിന്ന് സ്പൂണ് വാങ്ങിയിട്ട് ഒരു കഷ്ണം വായിലേക്ക് ഇട്ട് നോക്കി. കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ. അപ്പോഴേക്കും നമ്മുടെ പുട്ടും ബീഫും എത്തിയിട്ടോ. ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുട്ട് നല്ല ഡ്രൈ ആണ്, അതിലേക്ക് ഒഴിച്ചു കൂട്ടാൻ എന്തെങ്കിലും വേണം. അങ്ങനെ ഞാൻ കറിയൊക്കെ ഒഴിച്ചു. ബീഫ് ഒരു മധുരം പോലെ ഫീൽ ചെയ്തു. എനിക്ക് അവിടുത്തെ ചിക്കൻ പൊരിച്ചതാണ് നല്ല ഇഷ്ടമായത്. അത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ബീഫിനേക്കാളും അധികം ഞാൻ കഴിച്ചത് ചിക്കനാട്ടോ. പിന്നെ ആമിക്കുട്ടിയുടെ കേക്ക് കഴിപ്പും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേ വേണ്ട. തിരൂരൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് വിട്ടോളൂ, നമുക്ക് പരിചയപ്പെടാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.